നമ്മുടെ കയ്യിൽ നിന്ന് ജസ്റ്റിനാണ് ഒരു റെക്കോർഡ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിനകത്തെ ഡ്യൂറൻ കപ്പ് നിങ്ങൾ കണ്ടു കാണും. കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിയും തമ്മിലുള്ള ഒരു മാച്ച് 8-0 ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മാച്ച് വിജയിച്ചത്. എന്താണ് ആ ഒരു റെക്കോർഡ് എന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഞാൻ പറയേണ്ടല്ലോ, നിങ്ങളെല്ലാം ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്തായാലും ഇത് രണ്ടും ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഡ്യൂറൻ കപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് 8-1 എന്ന് പറയുന്ന ഒരു ഗോൾ മാർജിനാണ്. അതായത് ഹൈലാൻഡ് ലൈഫ് ഇൻഫൻട്രി എന്ന് പറയുന്ന ഒരു ടീം 8-1 ഷിംല റൈഫിൾസിനെ തോൽപ്പിച്ചിരുന്നു. എന്തായാലും അതാണ് ഏറ്റവും വലിയ വിജയം ഡ്യൂറൻ കപ്പ് ചരിത്രത്തിൽ. അത് കഴിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു റെക്കോർഡ് തിരുത്തായിരുന്നു. ഒരു ഗോൾ കൂടി അടിച്ചിരുന്നെങ്കിൽ, അതായത് 9-0 കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരുന്നെങ്കിൽ ഇതായിരുന്നേനും ഡ്യൂറൻ കപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്കോർ ലൈൻ എന്ന് പറയുന്നത്. 1889 ഈ ഒരു റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും 8-1 ആ ഒരു വിജയം എന്ന് പറയുന്നത്. നമ്മൾ 8-0 പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു കളിയിൽ ഏതാണ്ട് 9 ഗോൾ വന്ന് നമ്മുടെ ഈ ഒരു കളിയിൽ 8 ഗോളേ വന്നിട്ടുള്ളൂ. സോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ഏതായിരിക്കും ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു റെക്കോർഡ് സ്ട്രീക്കിലേക്ക് വരുമോ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം 8-1 നമ്മുടെ 8-0. സോ നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഒരു ഗോൾ കൂടെ അടിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു റെക്കോർഡ് നമ്മുടെ പേരിലേക്ക് വന്നേനെ. എന്തായാലും 1889 നേരത്തെ പറഞ്ഞ ആ ഒരു റെക്കോർഡ് സ്ഥാപിച്ചത്. എന്തായാലും 2024 ബ്ലാസ്റ്റേഴ്സിന് അത് മറികടക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അത് ബ്ലാസ്റ്റേഴ്സ് പോലും ഓർത്തിട്ടുണ്ടാകില്ല. കാരണം അവർ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല ഇത്രയും ഗോൾ അടിക്കാൻ സാധിക്കുമെന്ന്. സോ എന്തായാലും ആ ഒരു റെക്കോർഡ് മറികടക്കാൻ നമുക്ക് സാധിച്ചില്ല. അതൊരു നിരാശകരമായ ഒരു കാര്യമാണ്. ഓവറോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വേറെ ലെവൽ രീതിയിലാണ് ഇന്ന് പെർഫോം ചെയ്തിരിക്കുന്നത്.